എന്നെ സഹായിക്കാൻ വന്ന വീട്ടുജോലിയൊക്കെ പഠിച്ചല്ലേ? ഓ, ഇതൊക്കെ ഞാൻ വീട്ടിലും ചെയ്യാറുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ബോംബെയിലെ ജീവിതമൊക്കെ? ആരോടെങ്കിലും ഒന്നും പറയാൻ പറ്റാത്ത സങ്കടം എനിക്ക്. എനിക്കറിയോ, 4 വർഷം എനിക്ക് ഉത്സവമായിരുന്നു. മനസ്സിന് ശരീരത്തിന് നിറയെ സ്നേഹം തന്നിട്ടാ ഉണ്ണി പോയത്. ഞാൻ വേദനിപ്പിച്ചോ? ഇല്ലിക്ക, ഇക്കയോട് ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ ഇതുവരെ കല്യാണം കഴിക്കാത്തെ? നല്ല പ്രായത്തില് എന്റെ ഉമ്മ കെഞ്ചി പറഞ്ഞതാ, പഠിപ്പിന് പറ്റിയൊരു ജോലിയും മൊഞ്ചുള്ളൊരു പെണ്ണും. ഉമ്മയുടെ ആഗ്രഹമാ. ഇനി അതൊക്കെ ആയിക്കൂടെ? ഏയ്, അത്തരം മോഹങ്ങളൊക്കെ എന്നേ ഞാൻ ഈ പുഴയിൽ ഒഴുക്കി കളഞ്ഞു. ഇക്കയ്ക്ക് ഈ കടത്തുപണി ഉപേക്ഷിച്ചൂടെ? ഈ പുഴയും കടത്തുമെല്ലാം എന്റെ വാപ്പയുടെ ഓർമ്മകളാ. സീതയ്ക്കറിയോ, കുട്ടിക്കാലത്ത് രാത്രികളിൽ വാപ്പ എന്നെ ഒറ്റയ്ക്ക് തോണിയിലിരുത്തി അക്കരയ്ക്കര തൊഴിയുമായിരുന്നു. എന്റെ 8ാമത്തെ വയസ്സിൽ വാപ്പ മയ്യത്താവുന്നവരെ. ഇപ്പോഴും രാത്രി ഞാൻ ഒറ്റയ്ക്ക് തോണി തൊഴിയുമ്പോൾ വാപ്പ എൻ്റെ അടുത്ത് വരാറുണ്ട്. ഞാൻ വാപ്പയെ അറിയാറുണ്ട്. സുമി, ഇതിങ്ങനെയല്ലേക്ക നടുമുറിച്ച് ദേ ഇതുപോലെ. നമ്മക്ക് ഏർപ്പാടൊന്നും അറിയില്ലല്ലോ. വേണ്ട വേണ്ട, ആ വീട്ടിൽ പോണ്ട, ഇങ്ങോട്ട് നടന്നോ.
ഇവിടെ വന്നിരിക്കുകയായിരുന്നോ? ഇക്ക, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ഒരു ഭീകര രൂപം എന്റെ പിന്നാലെ വന്നു. പക്ഷേ അതിന് എന്റെ തന്നെ ഛായയായിരുന്നു. എന്നാ പിന്നെ എന്നെ ഒന്ന് വിളിച്ചൂടായിരുന്നോ? ഞാൻ എണീറ്റ് വന്നതാ. ഇക്ക നല്ല ഉറക്കായിരുന്നു. അത് കണ്ടപ്പോ വിളിക്കണ്ടാന്ന് തോന്നി. എന്തായാലും ഒരു ഡോക്ടറെ കാണണം. പിന്നെ തീയതി അടുത്ത് വരികയല്ലേ? ഇവിടുന്ന് എങ്ങനെ പുറത്തിറങ്ങും? ടൗണില് രേവതി ടീച്ചർ നടത്തുന്ന അഗതി മന്ദിരമല്ലേ, സീതയ്ക്ക് അവിടെ താമസിക്കാം. ടീച്ചറെ കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്. നാളെ തന്നെ ടൗണിൽ പോയി ഞാൻ ടീച്ചറെ കാണാം. എന്താ? ഉം. ആ കുട്ടി ഇവിടെ താമസിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെന്നാ ടീച്ചർ പറഞ്ഞത്. എനിക്ക് ടീച്ചറെ ഒന്ന് കണ്ടൂടെ? മാഡം. യെസ്. കാര്യങ്ങളെല്ലാം സൂസനോട് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ പറഞ്ഞൊഴിയരുത്. കുറച്ച് ദിവസത്തേക്കെങ്കിലും. മിസ്റ്റർ അബുവിന് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല. അതിവിടുത്തെ മറ്റ് അന്തേവാസികൾക്ക് ബുദ്ധിമുട്ടാകും. കേട്ടറിഞ്ഞു വന്നത്. അല്പം കരുണ കാണിക്കുന്നു കരുതി. ഇക്കാര്യത്തിൽ ഞാൻ ഹെൽപ്ലെസ്സാ. ആ കുട്ടിയോട് എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ടൊന്നും അല്ല. വേറെ എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. വേറെന്ത് സഹായം? എന്നാ പിന്നെ തണല് പുറത്തുള്ള ബോർഡിൽ മാത്രമേ ഉള്ളൂ, ഇല്ലേ മാഡം? മിസ്റ്റർ, വാക്കുകൾ ഉപയോഗിക്കുന്നത് സൂക്ഷിച്ചു വേണം. അറിയാം. എടാ, ലോകിദാസ് വന്നിട്ടുണ്ട്. ആരെ? സിനിമാ സംവിധായകനെ. ഷൂട്ടിങ്ങിനാ? ഏയ്, നമ്മുടെ സീതയുടെ വീട് അന്വേഷിച്ച് വന്നതാ. ഞാൻ കാട്ടിക്കൊടുത്തിട്ടുണ്ട്. ആ, എന്താ സീതയേറ്റേക്ക്? അവളുടെ കഥ സിനിമാക്കാനായിരിക്കും. ഏയ്, അയാളുടെ കൂട്ടുകാരനായിരുന്നു ചത്തുപോയ ഉണ്ണി. അവൾക്ക് എയ്ഡ്സാന്ന് പറഞ്ഞില്ലേ അയാളോട്? എന്ത് പറഞ്ഞാണ് നിന്നെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഉണ്ണി ഒരു ഫ്രണ്ട് മാത്രമായിരുന്നില്ല, എനിക്ക് അനുജനെ പോലെ ആയിരുന്നു. അവൻ ആത്മഹത്യ ചെയ്തെന്ന് ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. ഞാനും വിശ്വസിക്കുന്നില്ല. എന്നെയും എന്റെ വയറ്റി വളർന്ന കുഞ്ഞിനെയും മറന്ന് ഉണ്ണി അത് ചെയ്യില്ല. പിന്നെ എന്താണ് സംഭവിച്ചത്? എനിക്കറിയില്ല. സീത, നോക്കൂ, ഞാനൊരു കാര്യം പറഞ്ഞാൽ കുട്ടി അനുസരിക്കൂ. നമ്മൾ എത്ര കരഞ്ഞാലും നഷ്ടമായതൊന്നും തിരിച്ചിട്ടില്ല. സഹിക്കണം. ഉണ്ണി എനിക്ക് നഷ്ടപ്പെട്ടു. ഞാനത് സഹിക്കുക. പക്ഷെ എനിക്കത് അച്ഛനും അമ്മയും നാടും വീടും എല്ലാം നഷ്ടപ്പെട്ടു. ഈ ഭൂമിയില് ഞാൻ തനിച്ച. എന്തിനാ ഞാൻ ജീവിക്കുന്നേ? ആര് പറഞ്ഞു തനിച്ചാണെന്ന്? നിന്റെ ഉള്ളിൽ ഒരു പുതുജീവൻ വിടരുന്നില്ലേ? അത് നിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്, ആത്മാവിന്റെ ഭാഗമാണ്. അതിനോട് കാരുണ്യം കാട്ടണം, സ്നേഹം കാട്ടണം. ആ കുഞ്ഞ് നിന്റെ എല്ലാ സങ്കടങ്ങളും തീർക്കുമെന്ന് പ്രതീക്ഷിക്കാം. പ്രതീക്ഷകളാണല്ലോ നമ്മളെയൊക്കെ ജയിപ്പിക്കുന്നത്. ഇവിടെ വരെ വന്നിട്ട് ഒരു കാപ്പി പോലും തരാൻ ഞാൻ മറന്നു. വേണ്ട, ഇപ്പൊ ഒന്നും വേണ്ട. ബോംബെയിൽ ഞാൻ വരുമ്പോഴൊക്കെ കുട്ടി എനിക്ക് ഒരുപാട് വെച്ച് വിളമ്പിട്ടില്ലേ. ഞാൻ ഇറങ്ങുന്നു. ഞാനിപ്പോൾ കോഴിക്കോടിന് പോകുന്ന വഴിയാണ്. അടുത്ത ആഴ്ച ഞാൻ ബോംബെ പോകുന്നുണ്ട്. എൻ്റെ പടത്തിൻ്റെ ഒരു 5 ദിവസത്തെ വർക്ക് അവിടെയുണ്ട്. നമ്മുടെ ഷെരീഫ് കോട്ടപ്പുറം ഇപ്പോഴും ബോംബെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഞാനവനെ കാണും. എനിക്കറിയണം ഉണ്ണിക്ക് എന്താണ് സംഭവിച്ചതെന്ന്. ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ വീണ്ടും വരും. അതുവരെ ഞാൻ പറഞ്ഞ പോലെ എല്ലാം സഹിച്ച് നിന്റെ കുഞ്ഞിന് വേണ്ടി ജീവിക്കണം. എല്ലാം ശരിയായി വരും. സമാധാനമായിട്ടിരിക്കും. ശരിയാവില്ലെന്നേ. മുസ്ലിയാർ പോയി സംസാരിച്ചിട്ട് എന്തായി? അവനൊന്നും സമ്മതിക്കില്ല. ധിക്കാരി. ഇനി 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ 2നെ ഇവിടുന്ന് തല്ലി ഓടിക്കുക, അല്ലെങ്കിൽ 2നെയും തല്ലി കൊന്ന് പുഴയിലെറിയുക. തല്ലോടിച്ചാലൊന്നും അബു പോവൂല. അവനൊരു കാര്യം മനസ്സിലുറച്ചാൽ അതുറച്ചതാ. അതാ ഞാൻ പറഞ്ഞത്. വെട്ടാൻ വരുന്ന പോത്തിന്റെ ചെവി വേദമോതിയിട്ട് കാര്യമില്ല.
നിങ്ങളൊന്ന് സമ്മതിച്ചാ മതി, ബാക്കി കാര്യം ഞങ്ങളേറ്റു. മോനെ അബു, എന്ത് പറ്റടാ? അവരെന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. രാഘവനാരോടേക്ക് പോ. വേണ്ട, ഈ രൂപത്തിൽ സീത കണ്ട വിഷമാവും. വേറെ വിളിക്കാടാ, ഞാൻ നിന്നെ കൊണ്ടുപോവാ. അവിടെ ആകുമ്പോ സമാധാനം കിടക്കുകയും ചെയ്യാം. വാ. ഒക്കെ ഞാൻ കാരണം
قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب. എന്നെ കാണിക്കാതെ മയ്യത്തിറക്കാൻ ഞാൻ സമ്മതിക്കൂല. എനിക്ക് എന്റെ ഉമ്മാനെ കാണണം. അനക്ക് മയ്യത്ത് കാണണ കണ്ടോ? മയ്യത്ത് എടുക്കണ എടുത്തോ, അതോടെ ഞങ്ങളെല്ലാം പോവും. എടുക്ക ഇജ്ജ് മാത്രമേ കാണൂ. പിന്നെ കബറടക്കാൻ പള്ളിയിലോട്ടും കൊണ്ടുവരണ്ട. എന്താ സമ്മതിച്ച? സമുദായത്തെ മുഴുവൻ ധിക്കരിച്ചവനല്ലേ ഇജ്ജ്? മയ്യത്തടുക്കി. ഇല്ല, സാരമില്ല. എൻ്റെ ഉമ്മ എൻ്റെ നെഞ്ചിനകത്തുണ്ട്. ആര് വിചാരിച്ചാലും എൻ്റെ ഉമ്മാനെ എന്നെ നിന്ന് പിടിച്ചു മാറ്റിക്കൊണ്ടുപോകാൻ പറ്റില്ല. എന്തിനാ കരയുന്നേ? എനിക്കൊരു വിഷമവുമില്ല. വിഷമമില്ലെന്ന് പോയി കിടന്നോളൂ. അബുക്ക, ആരോ വരുന്നുണ്ട്. അകത്തേക്ക് പോയിക്കോ. ആരാ? സീതയുടെ വീട് ഇത് തന്നെയല്ലേ? അതെ. നിങ്ങളാരാണെന്ന് പറഞ്ഞില്ല. ഞാൻ ഉണ്ണിയുടെ ഒരു സുഹൃത്താണ്. പേര് ലോഹിത് ദാസ്. അബുക്ക, ഞാൻ പറഞ്ഞില്ലേ അന്ന് വന്നേ. അകത്തേക്കിരിക്കാം. അബു അല്ലേ? അതെ. കടവത്ത് വെച്ച് കേട്ടു കഥകളൊക്കെ. സത്യം ആർക്കും അറിയണ്ട സാറേ. സീതയുടെ ജീവൻ അവർക്ക് വേണ്ടത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ പെങ്ങളെ ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കില്ല. ബോംബെ പോയപ്പോ ഷെരീഫിനെ കണ്ടിരുന്നോ? കണ്ടു. ഉണ്ണി ആത്മഹത്യ ചെയ്തതല്ല, കൊന്നതാണ്. ആര്? അധോലോകത്തിലെ രാജാക്കന്മാർ. അധോലോകത്തെക്കുറിച്ച് ഉണ്ണി ഒരു ഫീച്ചർ എഴുതിയിരുന്നില്ലേ? അതിന്റെ പകുതെടുത്തതാണ്. രോഗവും ആത്മഹത്യയൊക്കെ അവർ കെട്ടിച്ചമച്ച കള്ളക്കഥകൾ. അവരുടെ ഉപ്പും ചോറും ഉണ്ടെന്ന കുറെ പത്രക്കാർക്ക് അത് എളുപ്പം കഴിഞ്ഞു. പക്ഷേ സത്യം എന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ. ഉണ്ണിയുടെ കൊലയാളികൾ അറസ്റ്റിലായി കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ മോളെ, സത്യം തെളിവെന്ന്. പടച്ചോൻ എല്ലാം അറിയുന്നുണ്ട്. എന്ത് തെളിഞ്ഞാലും ഉണ്ണി എനിക്ക് നഷ്ടമായില്ലേക്ക. ഇപ്പോതാ സ്വന്തം അച്ഛനും അമ്മയും പോലും തൊടാനറിയുന്ന രോഗി എന്ന പേരും. കുട്ടി, ജീവിതം പലപ്പോഴും അങ്ങനെയാണ്. ദുർവിധികളോട് തോറ്റുപോകരുത്. യുദ്ധം ചെയ്യണം, ജയിക്കണം. കൂട്ടിന് അബുവിനെ പോലെ മനസ്സും ചങ്കൂറ്റവുമുള്ള ഒരു സഹോദരനില്ലേ നിനക്ക്? അതിന് നമുക്കെന്ത് തെളിവുണ്ട് സാറേ? തെളിവുകളുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം എല്ലാ തെളിവുകളും ഷെരീഫിന്റെ തന്നുവിട്ടിട്ടുണ്ട്. ഇതാ. ഇനി ഈ കുട്ടിയുടെ കണ്ണീരിന് ഒരവസാനം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചോട്ടെ. പടച്ചോനെ പിടിച്ച് ഞാൻ സത്യം ചെയ്യണം.
അബു എന്താ ചെന്നേരെ? എത്രയും പെട്ടെന്ന് ആ പെണ്ണിനെ കൂടി രക്ഷപ്പെട്ടോ, അല്ല അവര് നിങ്ങളെ കൊല്ലും. ഈ വീടിനും തീ വയ്ക്കും. വേഗം രക്ഷപ്പെട്ടോ. അച്ഛനാരെ, നമ്മുടെ ഉണ്ണിക്ക് ഒരു രോഗമില്ലായിരുന്നു. അതൊക്കെ പിന്നെ പറയാം. നാട്ടുകാർ ഭ്രാന്ത് പിടിച്ച് വരിക. എന്ത് പറഞ്ഞാലും വിശ്വസിക്കൂല. നമുക്ക് പോയേക്കാം. എനിക്ക് നിങ്ങൾ വേഗം വാ, ഞാൻ കടവത്ത് കത്ത് നിൽക്കാം. മോള് വിഷമിക്കണ്ട. നമുക്ക് പോവാ. ഒന്നും എടുക്കാൻ നിൽക്കണ്ട, വാ. കുറച്ചുകൂടെ പോയാൽ മതി. ഇവിടെ ആരും കാണാനില്ല. വാടാ, കടവത്ത് നോക്കാം. വാ. എന്റെ റബ്ബേ, സീതേ, നീ തളരരുത്. എനിക്ക് വയ്യക്ക, എനിക്ക് വയ്യ. ഞാൻ താങ്ങാം. വയ്യ. അമ്മേ, എനിക്ക് നടക്കാൻ വയ്യ. ഈശോ, ഒരു വഞ്ചി. അയ്യോ, അമ്മേ, അയ്യോ.
താനീനത്താനാ